എന്തുപറ്റി? ഒന്നുമില്ല, ചേച്ചി കേറി വാ. ഇരിക്കേ. സാറ് ജോലിയില്ലായിരുന്നോ? ഞങ്ങൾ വന്നത് സാറിന് ശല്യമായോ? അത് പിന്നെ ശല്യോ? ഇല്ല, ഞങ്ങളിപ്പൊ നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളെ കുറിച്ചോ? അതേന്നേ. മീര, അത് ഞങ്ങളെ കുറിച്ച് എന്താ കുറ്റം വല്ലതാണോ പറഞ്ഞോണ്ടിരുന്നത്? ഈ ശ്രീയേട്ടൻ പറയുവാ. മീര, നീ വെറുതെ എന്തിനേട്ടാ മടിക്കുന്നേ? നമ്മള് തമ്മിൽ സംസാരിച്ച കാര്യല്ലേ? എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിച്ചാലും അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു എന്നതിന് തെളിവാണല്ലോ അത്. അതൊന്നും അല്ല അങ്കിളെ. ഈ ശ്രീയേട്ടൻ പറയുവാ, നിങ്ങളെ പോലെ ഒരു നല്ല ഫാമിലി അടുത്തുണ്ടായത് ഒരു ഭാഗ്യാന്ന്. മോനെ, അതൊക്കെ മൂഢവിശ്വാസങ്ങളാ. ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര അറിവില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് നിന്നെ പറ്റിക്കുക. ആശാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അമ്മേ. ആഞ്ജനേയ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് പാലിച്ച് ജീവിക്കുന്ന ആശാൻ നുണ പറയില്ല. നിന്നെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അയാളൊക്കെ പറയുന്ന അബദ്ധങ്ങൾ കേട്ട് സ്വന്തം ജീവിതം അവതാളത്തിലാക്കല്ലേ കണ്ണ. ഈ പ്രായത്തിൽ പഠിക്കാൻ നിനക്ക് കിട്ടുന്ന നല്ലൊരു അവസരമായത്. അത് പാഴാക്കിയ നീ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. ആയ്മേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. ഇവൻ ഇങ്ങനൊരു സാധുവായി പോയല്ലോ. എന്താ അമ്മേ, ഇവൻ വീണ്ടും പഠനം നിർത്തിയോ? പഠനം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങുന്നേ. പിന്നെ ഇന്നെന്താ പോകുന്നില്ലേ? ഈ നേരത്തെ കണ്ടല്ലേ നിന്റെ ട്യൂഷൻ? ആ കാര്യ പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് നേരെ എത്ര ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ പോകാമെന്ന് പറയായിരുന്നു. താമസിച്ചെന്ന അത് ടീച്ചർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ. അല്ലേലും ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. എങ്കിലേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പേടിയും ബഹുമാനവും ഉണ്ടാവും. നാളെ മുതൽ ഞാൻ പോയിക്കോളാം അച്ഛാ. ശരി, ഇത്രയും ദിവസം പോയില്ലേ, ഇനി ഇന്നോടങ്ങ് പോട്ടെ. നാളെ മുതൽ മുടങ്ങാതെ പൊയ്ക്കോണം. ശരി, ഞാൻ ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും. അതൊക്കെ വേണോ അച്ഛാ? അതെന്താടാ, കുട്ടികളുടെ പഠനകാര്യം മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അത് കണ്ണൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അങ്ങുന്നേ. ഇത്രയും വലുതായ സ്ഥിതിക്ക് ഇങ്ങോട്ട് തന്നെ. ഏതായാലും നന്നായി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത അണ്ണന് കിട്ടിയത് ഒരു മന്ദകുത്തി ഭാര്യ. കഷ്ടം. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എന്താണ് നിനക്കൊരു ഗൗരവമൊക്കെ? ഞാൻ ഇപ്പൊ അല്പ ഗൗരവക്കാരനാ. അതെന്ന് മുതൽ? അതാണ് എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. എന്റെ കല്യാണോ? ദേ, ഒട്ടം കളിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തുവാടീ പറയുന്നത്? മധുവിധമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 5-8 ദിവസം കൊണ്ട് ചോരയും നീരൊക്കെ പറ്റിയല്ല. ആകെ ഒരു ക്ഷീണം. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? കല്യാണക്കാരി എന്നോട് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കല്യാണം വരുമ്പോ ഞാൻ അണ്ണനോട് പറയായിരുന്ന പോലെ. ഇവന്റെ പേര് ലൂസായി എന്നാ തോന്നുന്നു. വെയിലുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ അല്ലി ടീച്ചറിനോട് ഇങ്ങനെ ചെയ്യാൻ അണ്ണൻ എങ്ങനെ തോന്നി?
കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടതാ. ഓ അത് ശരി. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാ ഇവരൊക്കെ കരുതിയിരിക്കുന്നല്ലേ? എങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ടായി? തൽക്കാലം തിരുത്താൻ പോകണ്ട. അങ്ങനെയെങ്കിലും ടീച്ചർ എന്നെ അകലുമല്ലോ. ടീച്ചറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ല, സദ്യ ഉണ്ണാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? അണ്ണാ മനുഷ്യത്വം വേണോ? മനുഷ്യത്വം ഓ അതില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഒരു കണക്കിന് തെറ്റെന്റെ ഭാഗത്തുണ്ട്. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാനും കുറെ ചരട് വലിച്ചതാ. ഓ അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. പക്ഷെ അണ്ണ ഒന്നും ഓർത്തോ, അതാരോ പറഞ്ഞുണ്ടാക്കിയൊരു നുണക്കഥയായിട്ടേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എടാ നീ തന്നെ ഇങ്ങനെ രണ്ടും പറഞ്ഞാൽ എങ്ങനെയാ? മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല, അണ്ണൻ പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ സത്യം അറിയണം. അണ്ണന്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ആ അല്ലി ടീച്ചറിനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോട്ടെ. അതല്ല, അണ്ണന്റെ കല്യാണ കഥ നുണയാണെങ്കിൽ അല്ലി ടീച്ചറിനോട് അക്കാര്യം തുറന്നു പറഞ്ഞ് വന്നിരിക്കുന്ന ആലോചനയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ അണ്ണനോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്. ടീച്ചർ നല്ല വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ ചെന്ന, അത് നല്ല കാര്യമല്ലേ? ചേരേണ്ടവർ തമ്മിലല്ലടാ ചേരണ്ടേ. അതിൽ നമ്മളെന്തിനാ വിഷമിക്കുന്നത്? അല്ലി ടീച്ചർ മറ്റാരെയും കല്യാണം കഴിക്കുന്നതിൽ അണ്ണൻ ഒരു വിഷമവുമില്ല. അണ്ണൻ മറുപടി പറഞ്ഞില്ല. അവര് കല്യാണം കഴിക്കുന്നതിൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന കാര്യം ഇതുവരെ ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ടീച്ചർക്കോ ടീച്ചർ എനിക്കോ വാക്ക് തന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിലും ഒരു ആഞ്ജനേയ ഭക്തന് അങ്ങനെ ഒരു പെണ്ണിന് വാക്കുകൊടുക്കാൻ സാധിക്കാം? അത് സാധിക്കില്ല. ആഞ്ജനേയ ഭക്തൻ മാങ്ങാത്തൊലി ഇതിങ്ങനെ ഉരുവിട്ടോണ്ട് കിടക്കുമ്പോ അണ്ണൻ തന്നെ ഒരു നാണം തോന്നത്തില്ലേ? പരമകഷ്ടം. അണ്ണ ആ ടീച്ചറിന്റെ മനസ്സ് നോവിച്ച അണ്ണ ഒരു കാലത്ത് ഗുണം പിടിക്കൂല, ഓർമ്മിച്ചോ? ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചത് രണ്ടുപേരുടെ മനസ്സറിയാവുന്നോണ്ടാ ഞാൻ ഇത് പറഞ്ഞത്. എന്നെ വെറുതെ പ്രാന്തനാക്കും എല്ലാം കൂടെ. ടീച്ചർ ഇന്ന് നേരത്തെയാണല്ലോ. ആ കുറച്ചു നേരത്തെയാ. ലാസ്റ്റ് പീരീഡ് ക്ലാസ് ഇല്ലായിരുന്നു. നന്നായി, നേരത്തെ കാലത്തും വീട്ടിലെത്താലോ. ശരി എന്നാ. ദൈവമേ, വഴിക്കുന്ന ടീച്ചറെ കാണാതിരുന്ന മതിയായിരുന്നു. അല്ല, ഇനിയിപ്പോ കണ്ടാൽ തന്നെ എന്താ കുഴപ്പം? കാണാത്ത പോലെ അങ്ങ് പോണം, അത്ര തന്നെ. വണ്ടി ഒരിക്കലും നിർത്തരുത്. നിർത്താതെ പോയ പോലെ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആയമ്മയുടെ കാര്യം.